സർ, സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും അതിക്രമം നടത്തുന്നവരെ കയ്യാമം വെച്ച് നമ്മൾ റോഡിലൂടെ നടത്തിക്കുമെന്ന് VS പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അത് വളരെ പ്രസിദ്ധമായ പ്രസ്താവനയാണ്. സാർ, അങ്ങനെയുള്ള ആ പ്രസ്താവന ചെന്നെത്തുന്നത് കവിയൂർ കിളിരൂർ കേസിലേക്കൊക്കെയാണ് പോകുന്നത്. ഐസ്ക്രീം പാർലർ കേസിലേക്ക് പോകുന്നുണ്ട്. സാർ, ഈ 3 കേസുകളിലും കവിയൂരിലെയും കിളിരൂരിലെയും ഐസ്ക്രീം പാർലർ കേസിലെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിലെയും ആ കേസുകളിലേക്കൊക്കെ താങ്കളെ അടുപ്പിക്കുന്നതിൽ, താങ്കൾ അതിലേക്ക് എത്തുന്നതിൽ VS നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് നാം കേട്ടിട്ടുണ്ട്. ആ ഒരു സംഭവം ഒന്ന് പറയാം. അതായത് ആദ്യം ഐസ്ക്രീം പാർലർ പെൺവാണിഭം എടുക്കാം. ഐസ്ക്രീം പാർലർ പെൺവാണിഭം ഉണ്ടാവുന്നത് 1997 അപ്പോൾ EK നായനാർ ഭരിക്കുന്ന സമയത്താണ് ഇതുണ്ടായിട്ടുള്ളത്. അതിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കിരീടം വെക്കാത്ത രാജകുമാരനാണ് അതിലെ പ്രതി എന്നുള്ള വിവരം ക്രൈമാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അന്ന് ഒരു പത്രവും ഈ കാര്യം തൊടാറില്ല, ദേശാഭിമാനി പോലും. ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും അധികം ഇത് കൈകാര്യം ചെയ്യേണ്ട പത്രമായിരുന്നു. എന്നാൽ അന്ന് P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. അതേപോടൊപ്പം തന്നെ നമ്മുടെ പിണറായി വിജയൻ ആ സമയത്ത് പാർട്ടി സെക്രട്ടറിയായി. ഈ സമയത്തിൽ ഒരു രഹസ്യ ധാരണ വന്നു. എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ ഇറക്കി. കുഞ്ഞാലിക്കുട്ടി ഇറക്കിയതല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ കോബ്രദറായ റാവുഫ് ഗുണ്ടകളുമായി ഒന്നിനെ തട്ടിക്കൊണ്ടു വന്നു എന്നെ കൊല്ലുമെന്ന് ഡിക്ലെയർ ചെയ്തു. ഇനി എന്തെങ്കിലും പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമാണ് ഒരു പ്രസിദ്ധീകരണം എന്നൊരു പോരാട്ടം നടത്തുന്നത്. ഒരു പത്രം പോലും കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയില്ല. കാരണം അവരെ പത്രത്തിൻ്റെ സർക്കുലേഷൻ കുറയും. അങ്ങനെയുള്ള പല കാരണങ്ങളാണ്. ഒതുക്കപ്പെട്ടതാണ്, പണം കൊടുത്തലൊക്കെ ഒതുക്കപ്പെട്ട. ഈ സന്ദർഭത്തിൽ എന്നെ കൊല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കല്ലട സുകുമാരൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ്റെ വലങ്കൈയാണ്. അപ്പോൾ VSൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നെ ഇൻഫോം ചെയ്തു. VS അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത ആളാണ് കല്ലട സുകുമാരൻ. ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, ഗവൺമെൻറ് കല്ലട സുകുമാരനോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഐസ്ക്രീം പാർലറിലെ എല്ലാ വിവരങ്ങളും വെച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് എൻ്റെ യഥാർത്ഥ വസ്തുതകൾ അറിയാൻ വേണ്ടി. ഭയങ്കര അജിതയ്ക്ക് അന്ന് അന്വേഷയുടെ പേരിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ആദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മഹിളാ അസോസിയേഷനൊക്കെ സമരത്തിലുണ്ടായിരുന്നു, പിന്നീട് ക്രമേണ മാറി. ഈ സന്ദർഭത്തിൽ ആണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരുടെ മകൻ കൃഷ്ണകുമാറിൻ്റെ പേരിൽ അതേ രൂപസാദൃശ്യമുള്ള കൃഷ്ണവേണി എന്ന് പറയുന്ന ഒരാളെ, അതേ രൂപസാദൃശ്യമുള്ള ആളെ വിതുര പെൺവാണിഭത്തിൽ മനഃപൂർവ്വം പോലീസിനെ നിയന്ത്രിക്കുന്ന P. ശശി ചേർക്കുന്നത്. അതിന്റെ യഥാർത്ഥ അതേ കൃഷ്ണകുമാർ ഇത് വെച്ചിട്ട് EK നായനാരോട് പറഞ്ഞു മോൻ പ്രതിയാവും, അകത്താവും എന്ന് പറഞ്ഞപ്പം പിന്നെ EK നായനാരിന് പകരം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നില്ല, ഭരിച്ചത് P. ശശിയാണ്. ഈ P. ശശി അവിടെ വരുന്ന കൺട്രോൾ പോയി. P. ശശി അവിടെ എന്താ പണി വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥകൾ, അതേപോലെ പാർട്ടിയിലെ ഇതോട് ബന്ധപ്പെട്ട പല സ്ത്രീകൾ വരുമ്പോൾ അവരുമായിട്ട് അവരുടെ ലൈംഗിക ബന്ധങ്ങളടക്കം നടത്തിയതിന്റെ വീഡിയോസാണ് ഞാൻ കണ്ടെത്തിയത്. അത് കണ്ടെത്തി എങ്ങനെയാ? ഈ അവിടെയുള്ള പാർട്ടിയിലെ ഒരു അവിടുത്തെ EK നായനാരുടെ സെക്രട്ടറിയെ സ്വാധീനിച്ച് ക്യാമറയൊക്കെ കൊടുത്തിട്ടാണ് ഞാനത് കളക്ട് ചെയ്തത്. ഇതോടൊപ്പം ഈ കല്ലട സുകുമാരൻ റിപ്പോർട്ടിൻ്റെ ഫുൾ ഡോക്യുമെൻ്റ് ഞാൻ P. ശശിയുടെ മേശയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ. രണ്ടാമത് 1 കോടി റുപ്യ P. ശശി വാങ്ങി എന്ന് പറയുന്ന രേഖയും കണ്ടെത്തി. ഞാനൊരു വാർത്ത ചെയ്തു. ഈ 1999 ഫെബ്രുവരി ലക്കത്തിൽ 15/8/28 ലക്കത്തിൽ ഇത് ഗണ്ടശ പ്രസിദ്ധീകരിച്ചു. ഭയങ്കര കോളിലൊക്കെ ഉണ്ടായ സംഭവമായിരുന്നു. അതിനകത്ത് ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതി, കല്ലട സുകുമാരൻ റിപ്പോർട്ട് ഗണ്ടശ പ്രസിദ്ധീകരിക്കുന്നു, P. ശശി 1 കോടി രൂപ കൈക്കൂലി വാങ്ങി അട്ടിമറിച്ചു കേസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. എനിക്കെതിരെ EK നായനാരെ കൊണ്ടും P. ശശിയും എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. MK ദാമോദരനാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. അപ്പം ഈ സന്ദർഭത്തിൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഇതാവുകയൊക്കെ ചെയ്തു. ഈ സമയത്താണ് എനിക്ക് ഈ കല്ലട സുകുമാരൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, കല്ലട സുകുമാരൻ എന്ന് പറഞ്ഞാൽ ആരറിയോ? VS അച്യുതാനന്ദൻ്റെ വലങ്കൈയായിരുന്നു. ആ സമയത്ത് എന്നെ വേറെ ആൾ അഡ്വക്കേറ്റ് എൻ്റെ കോഴിക്കോടുള്ള ഏറ്റവും വേണ്ടപ്പെട്ട VSൻ്റെ ഒരാൾ എന്നെ ബന്ധപ്പെടുകയും VSന് താല്പര്യമുണ്ട് ഈ കേസിൽ, അതിൻ്റെ ആ ഡോക്യുമെൻ്റ് എനിക്ക് എത്തിച്ചേരാമെന്ന് പറയുന്ന അദ്ദേഹമാണ്. അങ്ങനെയാണ് കല്ലട സുകുമാരൻ്റെ അടുത്തുനിന്ന് ഈ സാധനം P. ശശിക്ക് കൊടുത്തിട്ടുണ്ടെന്നും, അങ്ങനെയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ ഈ EK നായനാരുടെ സെക്രട്ടറി VS അച്യുതാനന്ദൻ്റെ ആളായിരുന്നു. ആ ആൾ വഴി ഈ സാധനങ്ങളൊക്കെ കടത്തുന്നത്. അവിടെ രഹസ്യ ക്യാമറ വെച്ചിട്ട് ഈ ശശിയുടെ ഈ രഹസ്യ സംഗമങ്ങളൊക്കെ പകർത്തുന്നതും. എനിക്ക് VS അച്യുതാനന്ദൻ്റെ സഹായമാണ് സത്യത്തിൽ എനിക്ക് അതിനൊക്കെ കഴിഞ്ഞത്. അതിന് ശേഷമാണ് അദ്ദേഹം, ഞാൻ കുറേ കാലം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആ സമയത്താണ് ഞാൻ അദ്ദേഹം
ഇതുണ്ടല്ലോ നമ്മുടെ ശബരിമല സംബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ നോമിനിയായ VGK മേനോൻ, ആ കാലഘട്ടത്തിൽ തന്നെ VGK മേനോൻ വലിയ അഴിമതി നടത്തുന്നുണ്ടെന്നും അതിനകത്ത് അദ്ദേഹത്തിന് നോമിനി ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു വാർത്ത ചെയ്തു, ആര് VS അച്യുതാനന്ദനെ. ഇത് കഴിഞ്ഞ് കുറേ കാലം പിന്നെ ഇതൊന്നുമില്ല, ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കാൻ സമയത്ത് എനിക്ക് VS ആയാലും വാർത്ത ചെയ്യുമല്ലോ, ഈ VGK മേനോൻ ആണ് കോടിക്കണക്കിന് രൂപ തട്ടിപ്പടത്തുനിന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ചെയ്തത്. ശരിക്കും VS അച്യുതാനന്ദനെ കൊണ്ട് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ VGK മേനോനെ പുറത്താക്കിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷെ അത് അദ്ദേഹത്തിന് വലിയ അപമാനമായതുകൊണ്ട് എനിക്കതിൽ കേസ് ഫയൽ ചെയ്തു. അതിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹം ശരിക്കും അതിൻ്റെ അകത്ത് യാതൊരു പങ്കാളിത്തമില്ല, VGK മേനോൻ തന്നെയാണ് അഴിമതി നടത്തിയുള്ളത്. പിന്നീട് ഞങ്ങൾ ആ ലാവലിംഗ് കേസൊക്കെ വന്ന ശേഷം അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന് ശേഷം കവിയൂർ കിളിയൂർ കേസ് വരുന്നത്. ഈ കവിയൂർ കിളിയൂർ കേസിൽ ഷാരി എന്ന പെൺകുട്ടിയെ ICUവിൽ പോയി നമ്മളെ ശ്രീമതി ടീച്ചറാണ് പിന്നെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ച്. ശ്രീമതി ടീച്ചർ മാത്രമല്ല സർ, വേറെ MABB പോയിട്ടുണ്ട്, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ട്. ഇവരൊക്കെ പോയത് എന്താ കാരണം? അതിനുശേഷമാണ് VS പ്രസ്താവന ഇറക്കിയത്. അല്ല, അതെ, പോയത് ഈ ശ്രീമതി ടീച്ചർ പോയിട്ട് കുട്ടിയുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു എന്ന് ഷാരിയുടെ പിതാവ് തന്നെ അവരുടെ മദർ തന്നെ എന്നോട് ഇന്റർവ്യൂ തരികയുണ്ടായി. അപ്പോൾ ഈ ശ്രീമതി ടീച്ചറാണ് അന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു. അവർ വന്നിട്ട് കഴുത്ത് പിടിച്ച് ഞെരിച്ച് കുട്ടി ഭയങ്കര പേടിച്ച് നിലവിളിച്ച് ഭയങ്കര പ്രശ്നം, കുട്ടി സൂക്കട് കൂടി, അങ്ങനെ ഷാരി പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ ഷാരി അല്ലായിരുന്നു ഈ പെൺകുട്ടി. ഈ നേതാക്കന്മാരും പിന്നെ അതേപോലെ ശ്രീമതി ടീച്ചറുടെ മകനെ കുറിച്ചും ഈ ആരോപണം ഉണ്ടായി. ഇത് യഥാർത്ഥത്തിൽ കവിയൂർ കേസിലെ ഇവരായിരുന്നു, അതായത് അനഘയായിരുന്നു. അപ്പൊ എനിക്ക് ജസ്റ്റിസ് ബസന്തിന് അന്നൊരു കത്ത് വന്നു. ആ കത്തിൽ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ MABBയും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും MABയുടെ മകനും കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥനും അതുപോലുള്ള ആളുകളാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല എനിക്ക് ചില കത്തുകൾ വന്നു. ഈ പ്രൊസീജിയറിന് ശേഷം MABBക്കാണ് ആദ്യം കുട്ടിയെ കൊണ്ട് സപ്ലൈ ചെയ്തത്. എവിടെ തോന്നുന്ന നമ്മുടെ ആലപ്പുഴ ഇതില്ലേ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയിട്ടാണ് ആദ്യം ഈ കുട്ടീനെ MABB ഉപയോഗിച്ചത്, നാരായണ നമ്പൂരിയുടെ മകള് എന്നുള്ളത്. അപ്പം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഞാൻ എന്നോട് ബ്രീഫിംഗ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ VS അച്യുതാനന്ദൻ പറഞ്ഞയച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് വന്ന് എൻ്റെ അടുത്ത്, എറണാകുളത്തുള്ള ഒരു അഡ്വക്കേറ്റ് വരികയും ഞാൻ അതിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. മാത്രമല്ല VS അച്യുതാനന്ദൻ ഞാൻ കൊണ്ടുവന്ന ഐസ്ക്രീം പാർലർ കേസ് ഏറ്റെടുക്കുകയും അതിന് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും ആ ഹർജി നിലവിലുണ്ട്. ഹൈക്കോടതിയിൽ ഞാൻ കൊണ്ടുവന്ന ഐസ്ക്രീം പാർലർ കേസ് അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം അതിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് എല്ലാ കേസും തള്ളിയല്ലോ. എല്ലാ കേസിലും അങ്ങനെയാണല്ലോ തള്ളല്ലേ, ഭരണപക്ഷം പറഞ്ഞ പ്രതിപക്ഷം തമ്മിൽ പാക്കിയിട്ട് തീർക്കല്ലേ. പിണറായിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാധിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ അതിൽ തെറ്റുകാരനാണ്. പിന്നീട് എന്നെ കണ്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്തു, അയാൾ ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞ വേറെ ചരിത്രമുണ്ട്. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാന്യനായ ഒരാളാണ് ആ കാര്യത്തിൽ. പക്ഷെ അന്ന് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയൻ പലതിനും ഉപയോഗിച്ചിരുന്നു. പി ശശിക്കിന്റെ ഒരു ആണല്ലോ, പെണ്ണ് പിടിയൻ നമ്പർ 1 ആണല്ലോ പി ശശി. സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മോളെ പിടിച്ചിട്ടല്ലേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന് അത് ചാലഞ്ച് ചെയ്യുന്നൊന്നും വന്നില്ല. അപ്പൊ ഈ സംഭവത്തിൽ കവിയൂർ കിളിയൂർ കേസിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, നന്ദകുമാർ അതിനകത്ത് പോരാട്ടം നടത്തണം, പിന്നോട്ട് പോകരുത്, കാരണം വേറെ ആരും അതിനകത്ത് തയ്യാറാവുന്ന ഒരാളുണ്ടാവില്ല, എന്നുകൊണ്ട് എന്ത് നിയമസഹായം തരാൻ വേണ്ടി ആളുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടുകയും ഞാൻ ഐസ്ക്രീം പാർലർ കേസിൽ കവിയൂർ കേസിൽ ഞാൻ നേരിട്ട് ഹാജരായി. അതിൽ ലതാ നായർ മാത്രമായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. ക്രൈമിൻ്റെ പ്രസിദ്ധീകരണത്തിൽ എൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് VS അച്യുതാനന്ദൻ എല്ലാ കാര്യങ്ങളും ഈ അഡ്വക്കേറ്റ് മുഖാന്തരം അറിയിച്ചിരുന്നു. എറണാകുളത്തുള്ള വിജയൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, ഒരു വിജയൻ ആറ്റിങ്ങലല്ല പേര് മറന്നു, ആ വിജയൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ്. വക്കം വിജയൻ മരിച്ചുപോയി. വക്കം വിജയൻ വഴി VS ആയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ഫോൺ കൂടെ സംസാരിക്കുക. നേരിട്ട് ഞാൻ VSമായി സംസാരിക്കുക. കാരണം പിണറായി വിജയൻ എപ്പോഴും ചാരക്കണ്ണുമായി നടക്കല്ലേ, ചോർത്തി കഴിഞ്ഞാൽ പിന്നെ VSന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അഡ്വക്കേറ്റ് വക്കം വിജയൻ വഴിയാണ് ഞാൻ വക്കം വിജയൻ തന്നെ ഹിന്ദി പ്രചാര സഭയുടെ അഡ്വക്കേറ്റ് ആയിരുന്നു. ഒരിക്കൽ VS അച്യുതാനന്ദൻ പങ്കെടുത്ത ഒരു ചടങ്ങ് എന്നെയും സ്റ്റേജിൽ ഞങ്ങളുണ്ടായി ഒരുമിച്ചുണ്ടായിരുന്നു വക്കം വിജയൻ വഴി. അങ്ങനെ വക്കം വിജയൻ വഴി
ഈ കവിയൂർ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ ലീഗൽ വശങ്ങൾ എന്നോട് പറഞ്ഞു തന്നിരുന്നു, ഇന്ന പ്രകാരം നീങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിലെല്ലാം അദ്ദേഹത്തിന് സഹായം ഉണ്ടായിരുന്നു. ഇതൊക്കെ VS അച്യുതാനന്ദൻ ഏൽപ്പിച്ചതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അദ്ദേഹം അതിൻ്റെ പ്രസ്താവന നടത്തിയത് മാത്രമല്ല, ഇതിൽ കൃത്യമായി പ്രതികളെ അകത്താക്കാൻ വേണ്ടി അദ്ദേഹം റെഡിയായിട്ട് എന്നെ എല്ലാ തരത്തിലും സഹായിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതി ഇവിടെ CBI കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചു കവിയൂർ കേസിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൽ കക്ഷി ചേർന്നുകൊണ്ട് തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹർജി ഫയൽ ചെയ്തു. അതിനകത്ത് ഈ കുട്ടി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. എന്നിട്ടും ഈ കുട്ടി ഇവരെല്ലാവരും മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ശ്രീമതി ടീച്ചർ തിരുവല്ല വന്ന് പത്രസമ്മേളനം നടത്തി. എന്താ പറഞ്ഞറിയോ? ഈ കുട്ടി കന്യകയാണ്, ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, അതോടൊപ്പം ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്തതാണ്. ഇവർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് പറയുന്നത്. അവർക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടുന്നത്? എന്നാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ കുട്ടി മരിച്ച ദിവസം തലേ ദിവസം ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് സ്പേമെൻസ് സ്പെർമാറ്റോസോവ അതിന്റെ ശരീരത്തിലുണ്ടായിരുന്നു, രഹസ്യഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഇതുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഈ ശ്രീമതി ടീച്ചർ പറയുന്നത് സത്യമായി തീരുക? അപ്പൊ കള്ളമായിരുന്നു. ആരെ രക്ഷിക്കാനായിരുന്നു? ഈ CPM നേതാക്കന്മാരെ രക്ഷിപ്പിക്കാൻ മാത്രമല്ല, എനിക്ക് കിട്ടിയ അവസാനത്തെ ഒരു പോലീസുകാരന്റെ കത്ത് ഞാൻ CBI കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അഫിഡവിറ്റ് അതിൽ ശ്രീമതി ടീച്ചറുടെ മകനാണ് ലാസ്റ്റ് പോയിട്ടുള്ള ഈ ഗ്യാങ്ങിനെ കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് കത്തിൽ പറയുന്നത്. അപ്പൊ ഈ കുട്ടിയെ ലാസ്റ്റ് ബലാത്സംഗം ചെയ്തത് ആരാ? ശ്രീമതി ടീച്ചറുടെ മകനാണെന്നാണ് കത്തിലുള്ളത്. അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ വന്നിട്ട് ഈ കുടുംബം മരിച്ച ഉടൻ തന്നെ പിറ്റേ ദിവസം ശ്രീമതി ടീച്ചർ പത്രസമ്മേളനം നടത്തിയത്. സ്വന്തം നേതാക്കന്മാരെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, അവരുടെ മക്കളെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, ശ്രീമതി ടീച്ചറുടെ മകനെയും ഇതിനകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രീമതി ടീച്ചർ എത്തിയത്. അപ്പം ഇതിനെല്ലാം തന്നെ എന്നിട്ട് ഞാൻ ആ CBI കോടതിയിൽ ഞാൻ നേരിട്ട് ഫൈറ്റ് ചെയ്തു. കോടതിയിൽ ചോദിച്ച ചോദ്യമാണ്, 2 ചോദ്യമാണ് കോടതി ചോദിച്ചത്. അല്ല, കോടതി അവിടെ ആദ്യം എതിരായിരുന്നു. CBI കോടതി എറണാകുളം CBI വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പം ഞാൻ ഒറ്റ കാര്യമാണ് ചോദിച്ചത്. എനിക്ക് ഒറ്റ കാര്യത്തിന് മറുപടി CBI തരികയാണെങ്കിൽ ഞാൻ കേസിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് കോടതി ചോദിച്ചു, ഭയങ്കര റൂഡായിട്ട്. ഇവിടെ കവിയൂർ കേസിലെ നാരായണ നമ്പൂതിരിയുടെ 15 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത സുന്ദരിയും നർത്തകിയുമായ ഈ പെൺകുട്ടി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേമെൻസ് സ്പെർമാറ്റോസോവ ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ കുട്ടിയെ ഇതിനകത്ത് ആകപ്പാടെ ഒരു പ്രതിയാണോ ലതാ നായർ? ഈ ലതാ നായരാണോ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്? ഈ സ്പേമെൻസ് സ്പെർമാറ്റോസോവ ലതാ നായർ എന്താണോ? ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പരാതി പിൻവലിക്കാം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു. എന്ത് മറുപടി പറയും CBI? എന്ത് മറുപടി പറയാനാണ്? അതിനകത്ത് ആ കള്ളത്തരം പൊളിഞ്ഞു അവർ പറഞ്ഞു. CBI അപ്പോൾ തന്നെ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു CBIനോട്. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ലതാ നായർക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? സ്പേമെൻസ് പെർമനൻസ് ഉണ്ടാവുമോ? അവിടെ കന്യാചർമ്മം വിച്ഛേദിപ്പിക്കാൻ പറ്റുമോ? അവിടെ പൊളിഞ്ഞു. ആ അന്വേഷണം ഉത്തരവിട്ടു. അങ്ങനെ പിന്നീട് അച്ഛൻ നാരായണ നമ്പൂരി കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നുള്ള കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവസാനം CBI അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാരൻ നായർ കോടതി അവസാനം പറഞ്ഞു ഷെയിം ടു CBI എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഈ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബിയും അതേപോലെ ശ്രീമതി ടീച്ചറടക്കം എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത്. എന്താ അറിയോ, ഞാൻ ജയിലിൽ പോയി ലതാ നായരെ കണ്ടു. കാരണം ലതാ നായരുടെ കലിയൂർ കേസിൽ അവരെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം അവർ ശിക്ഷിച്ച സമയത്ത് അവരുടെ അഭിഭാഷക പറഞ്ഞു എന്നോട്, നിങ്ങൾ ലതാ നായരെല്ലാം തുറന്നു പറയാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, CBI ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, കാട്ടുകള്ളനായ നന്ദകുമാരൻ നായരോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾ ജയിലിൽ പോയിക്കോ, എല്ലാ സൗകര്യം ഞാൻ ഏർപ്പെടുത്തരാം. നസീറ ബേബി ആയിരുന്നു അവിടുത്തെ സൂപ്രണ്ട്. അപ്പം ഞാൻ അവിടെ പോയി ഇവരോട് ലതാ നായരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നിയമപ്രകാരം ഒരു പരാതി അയക്കുക, ആർക്ക് കോടതിയിലേക്ക് ഒരു കത്ത് അയക്കുക, ഇതെങ്ങനെയാണ് ഉണ്ടായി, ഇത്ര ആളുകളെ ആണ് കുട്ടീനെ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് കൊടുക്കുക, അതോടൊപ്പം എവിടേതാക്കുക, എനിക്കൊരു കത്ത് അയക്കുക, ഞാൻ കോടതിയിൽ റേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഭവത്തിനൊക്കെ KM ഷാജഹാൻ കൃത്യമായി കോടതിയിൽ വന്നിട്ട് എല്ലാ സഹായം ചെയ്തു തന്നിരുന്നു. PS അച്യുതാനന്ദൻ്റെ വലങ്കയ്യായ KM ഷാജഹാൻ കവിയൂർ കേസിൻ്റെ വാദം നടക്കുമ്പോൾ ഹിന്ദു ലേഖകനായിട്ട് വന്നിട്ട് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നു. എൻ്റെ വാദം കേട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു. രാമൻപിള്ള അടക്കം വന്നിട്ട് എന്നോട് ഭയങ്കരമായി അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു. ആ സംഭവത്തിൽ ഇതുവരെ
യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയില്ല. പക്ഷേ VS അച്യുതാനന്ദൻ അതിനകത്ത് പൂർണ്ണമായ പിന്തുണ എനിക്ക് നൽകിയിരുന്നു. ഈ ഇവർ 3 പേരും എനിക്കെതിരെ കേസ് കൊടുത്തു. ആര് ഈ പിന്നെ എന്താ കാരണം വെച്ചാൽ ഈ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു, അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞു നന്ദകുമാർ ജയിലിൽ പോയി ലതാ നായരോട് 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെയും മകൻ്റെയും MA ബേബിയുടെയും മകൻ്റെയും ശ്രീമതി ടീച്ചറുടെയും ഒക്കെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുതിയുണ്ടാക്കി ഒരു കഥയുണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ 3 പേരും കൂടെ കോടതിയിലെത്തിയിട്ട് VS അച്യുതാനന്ദൻ ചോദിച്ചു, വീരേന്ദ്രകുമാറിനെ വിളിച്ചു ചോദിച്ചു, എന്താ നന്ദകുമാർ വാർത്ത വന്നിരിക്കുന്നു ഇങ്ങനെ വലിയ ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു സത്യവുമില്ല, അതിനുള്ള രേഖ ഞാൻ കോടതിയിൽ വാദിക്കുന്ന സമയത്ത് ഞാൻ എത്തിക്കുന്നു. ഈ പെറ്റീഷൻ വന്നപ്പോൾ ഞാൻ ജയിലിൽ പോയി ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവിടുത്തെ നസീറാബി ചോദിച്ചു നിങ്ങളൊന്നും അവിടെ റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, അത് കോടതിയിൽ ഹാജരാക്കി. ഞാൻ പറഞ്ഞു തെളിവിൻ്റെ ഭാഗമായി ഞാൻ ജയിലിൽ പോയി റെക്കോർഡ് ചെയ്യേണ്ടി വന്നു റോണം, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് പ്രതിയാകുമായിരുന്നു. ഇതാണ് തെളിവ്. ഞാൻ എന്നെ പറഞ്ഞത് സത്യസന്ധമായി ആർക്കൊക്കെയാണോ കാഴ്ചവെച്ചത് അവരെ പേരെ പറയാൻ പാടുള്ളൂ, വിദ്വേഷത്തിൻ്റെ പേരിൽ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അതാണ് ഈ റെക്കോർഡിലുള്ളത്. ഇത് ഫോറൻസിക് ലാബിലെ അയക്കാം, പരിശോധിക്കാം. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവരെല്ലാവരും ഇതിനകത്ത് പ്രതികളായ ആളുകൾ എല്ലാം കൂടെ കൂട്ടം ചേർന്ന് തന്നെ ഇതാക്കുമ്പോഴും VS അച്യുതാനന്ദൻ പറഞ്ഞു ഈ രേഖകളെടുത്താലും കാലം എന്താ പറഞ്ഞു ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള VS അച്യുതാനന്ദനാണ് പറഞ്ഞത് കയ്യാമം വെച്ച് ഇത്തരത്തിലുള്ള പ്രതികളെ കയ്യാമം വെച്ച് ഉദ്ദേശിച്ചിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, അദ്ദേഹത്തിൻ്റെ മകൻ മറ്റേ ശ്രീമതി ടീച്ചറുടെ മകൻ, അതേപോലെ MA ബേബിയുടെ മകൻ, ഇവരെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ ഉദ്ദേശിച്ചു. കുഞ്ഞാലിക്കുട്ടിയേക്കാളും പ്രധാനം എതിരാളികളെ പറ്റി പറയുമ്പോൾ തന്നെ ആര് തെറ്റ് ചെയ്താലും അവരെ കയ്യാമം വെച്ച് നിരത്തിലോ നടത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവ് ഉണ്ടായതാണ് സ്ത്രീകൾക്കൊക്കെ ഒരു സുരക്ഷ ഉണ്ടായിരുന്നത്. പേടിയില്ലാതെ നിരത്തിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാരെ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ പെണ്ണുപിടിയനായ P ശശിയെ പോലെയുള്ള ഒരാളെ അയാളെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? പിണറായി വിജയൻ്റെ വലങ്കിയായി പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കഴിഞ്ഞുവിടുകയാണ് അവിടെ. അങ്ങനെയുള്ള ആളിരിക്കുമ്പം എങ്ങനെയാണ് VS അച്യുതാനന്ദൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കുക? ഇന്ന് P ശശിയാണ് മുന്നിലെ VS അച്യുതാനന്ദൻ്റെ അവിടെ ആ ബോഡീനെ മുന്നിലിരിക്കുന്ന. നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? രോഷം കത്തിക്കയറുകയാണ്. ഇത്രയും പേര് നാറിയായ പെണ്ണുപിടിയനായ P ശശിയൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ആ അറപ്പും ഉറപ്പോടെയായിരിക്കും ചിലപ്പം നമ്മുടെ VS അച്യുതാനന്ദൻ്റെ ഒരു ആത്മാവുണ്ടെങ്കിൽ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.